ഇവൻ നാട്ടിലെ ഈ ഉറിയടിക്ക കണ്ണുകെട്ട് കൊടുക്കണ ഭയങ്കര ആളാണ്. ഒരു മടക്ക് 2 മടക്ക് 3 മടക്ക് എത്ര മടക്ക് 4 മടക്ക്. പേടി എന്തെങ്കിലും ഉണ്ടോ? ഇരിക്കാം ഗരം മസാലയൊക്കെ തേച്ച് നമുക്ക് ഗ്രില്ല് ചെയ്താലോ. നല്ല അസല് മൂർഖമാണ് ഒറിജിനൽ. ഒന്നും കാണാനല്ലോ. ചേട്ടാ താഴോട്ടാണ്. പാമ്പാണ് തോന്നുന്നു. പാമ്പന്നെ. ഇതൊക്കെ ഇന്നലെ ഞങ്ങൾ കഴിഞ്ഞല്ലോ. ഇതൊക്കെ കൊണ്ട് 10-250 ഐറ്റം ഉണ്ടാക്കിയതാ. കൊറോണ പണ്ടൊരു പോലീസ് ഉദ്യോഗസ്ഥർ ആളോട് ചോദിച്ചപ്പോഴേ ഇതെന്താ സാറെന്ന് അറിയോ, ഇത് കൊറോണയല്ലേ സാറ് ചോദിച്ചു. ഞങ്ങളെ സുഹൃത്തുക്കൾ എല്ലാവരും കൂടി, ഞങ്ങള് ഒരാളല്ല, ഞങ്ങളൊരു 25 പേര് കൂടി എടുത്ത തീരുമാനമാണ് മയിലിന് കറി വെക്കാൻ പോകുന്ന പോലെ പോകാം. അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി മയിൽ കറി. നമ്മുടെ അഭിലാഷ് ഉണ്ടല്ലോ, അഭിലാഷൊക്കെ ഭയങ്കര ചർച്ചയുണ്ടായി. ന്യൂസിലൊക്കെ നോക്കുമ്പോ കുറെ മതസ്ഥരൊക്കെ വന്നിരുന്നു മതവിഷയങ്ങളൊക്കെ ആയിപ്പത്. ഇത് ശരിക്കും പറഞ്ഞ ഇന്ത്യയിൽ നിന്ന് വന്ന മയിലല്ല കേട്ടോ. അത് കുറെ ആളുകൾ നീ ചെയ്യടാന്ന്, കുറെ ആളുകൾ നീ ചെയ്യാണ്ട് ഇവിടെ വരരുത്, നീ ചെയ്താലും ഇങ്ങോട്ട് വരാൻ പറ്റില്ല, അങ്ങനെ നമ്മൾക്ക് എന്ത് പ്രശ്നം, ഞങ്ങളത് ചെയ്തിട്ടേ ഇല്ല. ഇതിന്റെ ക്രിയേറ്റിവിറ്റിന്റെ ആദ്യത്തെ വീഡിയോ ഇട്ടപ്പോ വീട്ടിൽ കൊച്ചപ്പാടമേള വരുന്നത് ഈ സാധനം. പിന്നെ ആളുകൾ ഇപ്പോഴും പറയുന്നത് മയിലിന് ഞങ്ങൾ ചെയ്യാൻ പേടിച്ചിട്ടാണെന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ദുബായിൽ മയിലുണ്ട്. ഇന്ത്യയിലുള്ള മയിലാണെങ്കിൽ ഇന്ത്യയിൽ നിന്ന് എങ്ങനെ അങ്ങോട്ട് കടത്തിയെന്ന് നമ്മൾ ചിന്തിക്കണ്ടേ. അതല്ലോ ആദ്യത്തെ ഒഫൻസ്. പിന്നീട് നമുക്ക് അറിയിക്കുന്നത് അത് ഓസ്ട്രേലിയയിൽ നിന്ന് വരുന്ന മയിലാണത്. പിന്നെ അതിൽ കുറെ ആളുകൾ എന്ന് പറയും എന്ത് കോപ്പിയല്ലേ ചോദിക്കും. അപ്പോൾ എന്റെ വീട്ടിൽ മാത്രമേ ചിക്കൻ കറി വെക്കാൻ പറ്റുള്ളൂ, നിങ്ങളുടെ വീട്ടിൽ ചിക്കൻ കറി വെക്കാൻ പാടുമോ? അത് കോപ്പിയല്ലേ. ഞാൻ മാത്രം വസ്ത്രം കൊടുക്കാൻ പാടുള്ളൂ, നിങ്ങൾ വസ്ത്രം കൊടുക്കില്ലേ? ചന്ദ്രൻ ഒന്നേ ഉള്ളൂ, നമ്മൾ രണ്ടാളും പഠിച്ചില്ല, നിങ്ങൾ മാത്രം പഠിച്ചാൽ മതി ചന്ദ്രനുള്ളത്. എല്ലാവർക്കും പഠിക്കണം. അതെ, ഒരുപാട് ആളുകളുണ്ട് കാണാൻ, മില്യൺ കണക്കിന് ആളുകളുണ്ട്. അവരെ കാണിക്കുക, ആ പല ലാംഗ്വേജിലൂടെ കാണിക്കുക എന്നുള്ളതാണ്. പല ഫിഷ് ഓഫ് ഇന്ത്യ പറഞ്ഞു എവിടെയാ കണ്ടു പുലിയാണ്. അതെ, അപ്പൊ ഞാൻ പറയും ഇന്നത്തെ ഫിഷ് ഓഫ് യൂട്യൂബ് എന്നല്ല പറയാം, യൂട്യൂബ് എന്നൊക്കെ അറിവുകളൊക്കെ നമ്മൾ അറിയും കേട്ടോ. ഇഷ്ടംപോലെ അറിവുകൾ നമ്മൾ അറിയും. അറബിയിലും പിടിപാടുണ്ട്. എപ്പോഴും ഭയങ്കര കാമായിട്ട് ചില്ലായിട്ട് അത് ദേഷ്യപ്പെടുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല. ഒരു സമാധാന പ്രിയനാണോ? അങ്ങനെയൊന്നുമില്ല, ദേഷ്യമൊക്കെ വരും. മനുഷ്യനല്ലേ. അല്ല, ബിസിനസ് ചെയ്യണമെന്ന് എന്റെ ഭയങ്കര ആഗ്രഹമാണ്. ബിസിനസ്സുകാരനാകുക എന്നുള്ളത് എന്റെ ഭയങ്കര ആഗ്രഹമാണ്. പിന്നെ നമ്മൾ സത്യസന്ധതയാണ്, നമ്മൾ കൃത്യമായിട്ട് ബിസിനസ് ചെയ്യുള്ളൂ. എന്തെങ്കിലും മറ്റേ ആർക്കെങ്കിലും പറ്റിക്കാനോ ഇതിനു വേണ്ടി നമ്മൾ ബിസിനസ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കില്ല. ഇപ്പോൾ നമ്മൾ വിജയിച്ച ആളുകളിൽ ഒരു 60-70% ആളുകളും ഇതുപോലെ വളരെ പാവപ്പെട്ട ഒരു സാധാരണക്കാരാണ് ബിസിനസ് വിജയിച്ചു വന്നിരിക്കുന്നത്. ബിസിനസ് ആയിരുന്നു എന്റെ ശരിക്കും ഉള്ളത്. പിന്നെ ഇങ്ങനെ വഴിമാറി വന്നപ്പോൾ ഇതിലേക്ക് പോയത് മാത്രമേ ഉള്ളൂ. ഈ ഹെൽമെറ്റ് വിറ്റിട്ടുണ്ട്, കോയമ്പത്തൂർ റോഡ് സൈഡ് ഹെൽമെറ്റ് ഇട്ടിട്ട് ഞാൻ വിറ്റിട്ടുണ്ട്. അങ്ങനെ കുറെ ചരിത്രങ്ങളുണ്ട് എന്റെ പുറകില്. നമ്മള് അറിയാത്ത കുറെ കഥകളുണ്ട്. ഇപ്പൊ സക്സസ് ഉണ്ടാവുന്നതനുസരിച്ച് ഇപ്പൊ നമുക്ക് ശത്രുക്കൾ ഉണ്ടാവും എന്നൊക്കെ പറയും. നമ്മൾ 5 പേരിലും ഒരുപോലെ ഇല്ലല്ലോ. അതുപോലെ ആളുകളിലും പല ടൈപ്പ് മെന്റാലിറ്റി ഉള്ള ആളുകളുണ്ട്. എല്ലാവരും വേണം. കുറച്ച് കുറ്റം പറയാൻ ആളുകൾ വേണം, നല്ലത് പറയാൻ ആളുകൾ. അപ്പൊ എല്ലാവരും ഉണ്ടെങ്കിൽ നമുക്കൊരു ഇതുണ്ടാവുള്ളൂ. നമുക്ക് എപ്പോഴും റൈറ്റ് വേ നമ്മൾ സ്വീകരിച്ച് നമ്മൾ പുറകിലോട്ട് പോകും. നെഗറ്റീവ് ഒക്കെ വരുമ്പോഴാണ് നെഗറ്റീവാണ് നമ്മൾ ബൂസ്റ്റ് ചെയ്യുക. പാളി പോയിട്ടുള്ള ഒരു ഷൂട്ട് അങ്ങനെ എന്തെങ്കിലും ആയിട്ടുണ്ടോ? ഇല്ല, പാളി പോയ ഷൂട്ടുകളൊന്നും ഇതുവരില്ല. പിന്നെ ചില 1-2 ഷൂട്ടുകളിലൊക്കെ നമ്മൾ മിസ്റ്റേക്ക് ഉണ്ടായിട്ട് പിന്നീട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതിന് ബാലൻസ് തൊട്ട് വീണ്ടും ഷൂട്ട് ചെയ്യുന്നത്. ഞങ്ങൾക്ക് ഇപ്പൊ 2 ആടൊക്കെ ഉണ്ടാക്കിയാൽ ഞങ്ങൾക്ക് തന്നെ കഴിക്കാനുള്ളതേ ഉള്ളൂ. ഇവിടെ ഞങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ വന്നു കഴിഞ്ഞാൽ ഞങ്ങളിപ്പോൾ എൻ്റെ കൂടെ തന്നെ 5-8 കുട്ടികളുണ്ട്. 8 ആളും കൂടി ഒരു ആട് പോരാ ഞങ്ങൾക്ക് കഴിക്കാൻ. പിന്നെ സുഹൃത്തുക്കൾ വന്ന 2 ആട് ഫില്ലായി കംപ്ലീറ്റ്. ഒക്കെ ഞാനിവിടെ നോക്കുമ്പോ എല്ലാവരും ചെറിയ കുട്ടികളടക്കം ഫിറോസ്ക്കാന്ന് വിളിക്കുക. അപ്പൊ എല്ലാവർക്കും ആ ഒരു പേര് ഭയങ്കര സ്നേഹത്തോടെയാണ്. ഇപ്പൊ ഞാൻ സംസാരിക്കുമ്പോൾ അവർക്ക് ഫിറോസ്ക്ക ഭയങ്കര സ്നേഹത്തോടെ, എല്ലാവർക്കും ഒരു സ്നേഹം ഉണ്ട് ഇക്കാനോട്. സോ ആ സ്നേഹം കാര്യത്തിലൊക്കെ കാണുമ്പോൾ ശരിക്കും ഫീൽ ചെയ്യുക. അത് നമുക്കുള്ളൊരു ജീവിതമാണ്. അത് മറ്റുള്ളവർ കൂടി പ്രയോജനപ്പെടുമ്പോഴാണ് നമ്മുടെ ജീവിതം പൂർണ്ണമാണ്. ആ ഒരു മെന്റാലിറ്റിയുള്ള ആളാണ് ഞാൻ. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാം, അപ്പോൾ ഓട്ടോമാറ്റിക് ഇതൊക്കെ വന്നോളും. നമുക്ക് വേണ്ടി ജീവിക്കുമ്പോൾ ഇതൊന്നും കിട്ടില്ല. നമ്മൾ മറ്റൊരാൾക്ക് നമ്മുടെ ജീവിതം വെച്ച് ഉപയോഗപ്പെടുത്തുമ്പോൾ അവരുടെ കാര്യങ്ങളിൽ, അവരുടെ വീട്ടിലുള്ള ഫംഗ്ഷനുകളിൽ, അവരുടെ വിരുന്നുകളിൽ, ഇതിലൊക്കെ നമ്മൾ പങ്കെടുക്കുക. എല്ലാത്തിനും അവർ കൂടെയാണ്. അപ്പോൾ അവർ വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടോ അതിനും നമ്മൾ അവരുടെ കൂടെ ഉണ്ടാകും. അങ്ങനെ നിൽക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു സ്നേഹം നമ്മളിലേക്ക് വരും. നമുക്ക് വേണ്ടി ജീവിച്ചത് കിട്ടില്ല 100%. കാരണം നമ്മൾ ശ്രദ്ധിക്കപ്പെടില്ലല്ലോ. ആ സ്നേഹമാണ് നിങ്ങൾ കണ്ടത്. അതെ, ഇപ്പൊ സക്സസ് ഉണ്ടാവുന്നതനുസരിച്ച് ഇപ്പൊ നമുക്ക് ശത്രുക്കൾ ഉണ്ടാവും എന്നൊക്കെ പറയും. സോ അതിലെന്തെങ്കിലും ഇപ്പൊ യൂട്യൂബേഴ്സ് ആയാലും ഇപ്പോഴത് പറയാറുണ്ട്. സോ അങ്ങനെ തോന്നിയിട്ടുണ്ടോ ശരിക്കും? അത് തീർച്ചയായിട്ടും അറിയോ, അതങ്ങനെ ഉണ്ടാവും. കാരണം എന്തറിയോ, വളർച്ചയിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. എങ്കിലും നമ്മൾ അതിനെയൊക്കെ മറികടക്കുക എന്നുള്ളത്, നമ്മൾ അവരെ ശ്രദ്ധിക്കാതിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ അവരെ ശ്രദ്ധിച്ചാൽ നമ്മൾ വളർന്നത് നമ്മൾ പുറകിലോട്ട് പോകും. അതുണ്ടാകും സ്വാഭാവികമായിട്ട് എല്ലാ ആളുകളിലും. നമ്മൾ 5 പേരിലും ഒരുപോലെ ഇല്ലല്ലോ. അതുപോലെ ആളുകളിലും പല ടൈപ്പ് മെന്റാലിറ്റി ഉള്ള ആളുകളുണ്ട്.
ചിലപ്പോൾ നമ്മളോട് സ്നേഹത്തോടെ സംസാരിക്കുന്ന ആളുകളായിരിക്കും ചിലപ്പോൾ നമ്മളെ കുറിച്ച് കുറ്റം പറയുന്നത്. ഇപ്പോൾ എൻ്റെ നാട്ടിൽ വന്ന് അന്വേഷിച്ചാൽ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞല്ലോ ഇപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവം, എൻ്റെ നാട്ടിലും എനിക്കെതിരായിട്ടുള്ള ചില ആളുകളുണ്ടാവും. നമ്മളറിയില്ല, പക്ഷെ മറ്റൊരാളോട് സംസാരിക്കുമ്പോൾ അപ്പോഴായിരിക്കും ആറ്റിറ്റ്യൂഡ് നമുക്ക് മനസ്സിലാകും. നമ്മളോട് സ്നേഹത്തോടെ ആയിരിക്കും. അങ്ങനെ കുറേ ആളുകളുണ്ട്, അതെല്ലാവരും ഉണ്ട് കേട്ടോ. ഞാൻ മുന്നേ പറഞ്ഞില്ലേ, എല്ലാവരും വേണം. കുറച്ച് കുറ്റം പറയാൻ ആളുകൾ വേണം, നല്ലത് പറയാൻ ആളുകൾ. അപ്പോൾ എല്ലാവരും ഉണ്ടെങ്കിൽ നമുക്കൊരു ഇതുണ്ടാവുള്ളൂ. നമുക്ക് എപ്പോഴും റൈറ്റ് വേ നമ്മൾ സ്വീകരിച്ച് കഴിഞ്ഞാൽ നമ്മൾ പുറകിലോട്ട് പോകും. കുറേ നെഗറ്റീവ് ഒക്കെ വരുമ്പോഴാണ് നെഗറ്റീവാണ് നമ്മൾ ബൂസ്റ്റ് ചെയ്യുക. സത്യം. അപ്പോൾ നമ്മൾ ഇൻസൾട്ടാണ് നമ്മളെ. അതെ, അതുപോലെ അങ്ങനെ ഇതുണ്ട്. അപ്പം ഞാൻ തന്നെ ഉദാഹരണത്തിന് പണ്ട് നമ്മളിപ്പോൾ ഈ കുക്കിംഗ് സാധനങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഈ സുഹൃത്തുക്കളെ വിളിച്ചു പോകുമ്പോൾ അന്ന് മറ്റേ ചാനലിലേക്ക് വരുമാനമുണ്ട്. ആ വരുമാനം വെച്ച് നമ്മൾ ആട് കോഴിയൊക്കെ വാങ്ങിയിട്ട് പോകുന്ന സമയത്ത് പല ആളുകളും ഇവിടെ നമ്മളെ നെഗറ്റീവായിട്ട് പറഞ്ഞു, ഇവന് പ്രാന്താണ്, ഇവൻ ഇതിനെയൊക്കെ കൊണ്ടുവരുന്ന കാര്യം, ഇങ്ങനെ ആളുകൾക്ക് കൊടുത്തിരുന്ന കാര്യം എന്നുള്ളതൊക്കെ ആളുകൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊക്കെ മാറി ചിന്തിക്കാനുള്ള എനിക്കൊരു ഇതുണ്ട്, നമ്മൾ എവിടെ എത്താൻ പോയിട്ട് സാഹചര്യത്തിലേക്ക് പോകണം എന്നുള്ള ലക്ഷ്യമുണ്ട്. അപ്പോൾ അങ്ങനെ വരെ ആളുകൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവരൊക്കെ മാറ്റി നമ്മൾ പറയിപ്പിച്ചു എന്നുള്ള. യൂട്യൂബ് എന്ന് പറഞ്ഞാൽ യൂട്യൂബിലാണ് നമ്മളിപ്പോൾ ഇത്രയും ഇതൊക്കെ ആയത്. യൂട്യൂബ്, ഫേസ്ബുക്ക്, പിന്നെ ആൾട്ടറിൽ ചെറിയൊരു ബിസിനസ്സുകൾ, പരിപാടികളൊക്കെ, അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇത്രയും വലുതായത്. ഈ ഓൾറെഡി ഒരു സാധനം തുടങ്ങുന്ന സമയത്ത് ഒരു പ്ലാൻ ഉണ്ട്. ആ പ്ലാൻ അത് അച്ചീവ് ചെയ്യാന്ന് പറയുന്നത് മനസ്സിലെപ്പോഴും എൻ്റെ അടുത്ത് ഉണ്ടെന്ന് തോന്നുന്നു. കാരണം അത്രയും കോൺഫിഡൻ്റിലേ പറയണം, ഞാൻ തുടങ്ങിയത് സക്സസ് ആയിരിക്കും എന്നൊരു കോൺഫിഡൻ്റ് ഉള്ള ആളുകൾക്ക് ഇല്ലാത്തൊരു കാര്യം അതാണ് നമ്മളൊരു സാധനം തുടങ്ങുന്ന സമയത്തെ. അത് ഇപ്പൊ യൂട്യൂബിൽ ഇത്രയധികം സബ്സ്ക്രൈബേഴ്സ് വരിക, ആളുകൾ ഇത്രയും വ്യൂവോട് കൂടിയിട്ട് വീഡിയോസ് കാണുക എന്നൊക്കെ പറയുന്ന സമയത്ത് അത് ഓൾറെഡി തുടങ്ങുന്ന സമയത്ത് മനസ്സിലതുണ്ടായിരുന്നു. അല്ല, നമ്മളെന്തെങ്കിലും ചെയ്യാന്നുള്ള ബാക്കി നമ്മുടെ പ്രവൃത്തികളിലായിരിക്കും. നമ്മളെന്തെങ്കിലും പരിപാടി തുടങ്ങി വെക്കുക, നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ സത്യസന്ധത, അതിലേക്കാണ് പലതും നടക്കുക. ഇപ്പം ഞങ്ങളൊക്കെ വളരെ സത്യസന്ധ കീപ്പുള്ള ആളുകളാണ്. നമുക്ക് ഈ നുണയോ കാര്യങ്ങളോ അങ്ങനെ പെട്ടെന്ന് നമുക്ക് ഒരു നുണ പറയാൻ പറ്റില്ല. അതിന് ഉദാഹരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മളൊരു നുണ പറഞ്ഞാൽ ആ നുണയെ സത്യമാക്കാൻ ഒരുപാട് നുണകൾ പറയേണ്ടി വരും. അതിനേക്കാളും നല്ലത് സത്യം പറയാന്നുള്ളതാണ്. ബുദ്ധിമുട്ട്, പ്രശ്നങ്ങൾ പെട്ടെന്ന് തീരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താ വേണ്ട കാര്യങ്ങൾ ചെയ്യാം, നമ്മുടെ പ്രവൃത്തി എന്താണോ അത് ചെയ്യാം, ബാക്കിയുള്ളത് നമ്മുടെ പുറകിൽ ഓട്ടോമാറ്റിക്കായിട്ട് വരും. അതൊരു ലക്ഷ്യം നമുക്കുണ്ട്, അത് ഇപ്പോഴും ഉണ്ട്, എപ്പോഴും ഉണ്ട് നമുക്ക്. അതാണ് സത്യം എല്ലാവർക്കും ഇല്ലാത്തത്, കോൺഫിഡൻറ്റ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് അത് നമ്മുടെ ഉള്ളിൽ ഉള്ള പ്രശ്നങ്ങളും ചിലപ്പോൾ സത്യസന്ധമുള്ള ആളുകളായിരിക്കും, എങ്കിലും സത്യസന്ധത കീപ്പ് ചെയ്ത് നമ്മുടെ പ്രവൃത്തി കൃത്യമാക്കുക എന്നുള്ളതാണ്. ബാക്കി ഓട്ടോമാറ്റിക്കലി വന്നു. എനിക്ക് ഓൾറെഡി ആ സമയത്ത് തമിഴിലും മലയാളത്തിലും വീഡിയോസ് ചെയ്യുന്നുണ്ടായിരുന്നില്ലേ? ആ ഒരു ഐഡിയ 2 ലാംഗ്വേജിലും തുടങ്ങാം എന്നതൊരു. എനിക്ക് ആക്ച്വലി തമിഴ്, മലയാളം, അത്യാവശ്യം അറബി, ഹിന്ദി. അറബിയിൽ എന്തെങ്കിലും പറയോ? അറബിയിൽ അങ്ങനെയൊക്കെ ഞാൻ ചോദിക്കാം, എനിക്ക് അറബിയിൽ പറഞ്ഞത് എനിക്കറിയാവുന്ന പറയാം, അത്യാവശ്യം. ഓക്കെ, ഇപ്പൊ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി സക്സസ്ഫുള്ളി ആയിട്ട് പോവാണ്. അപ്പം ഓഡിയൻസിന് എപ്പോഴെങ്കിലും നേരിട്ട് ഏതെങ്കിലും ഒരു ഫാൻ മൂവ്മെന്റ് കണ്ടിട്ട് ഒരു ഭയങ്കര സന്തോഷമായിട്ടുള്ള ഒരു മൂവ്മെന്റ് ഉണ്ടോ ലൈഫില്? ഇഷ്ടം പോലെ. ഞാൻ പറഞ്ഞ അറബി എന്ന് പറയുന്നത് അറബിയിൽ പറയണം. അല്ല, അത് ഇത്തിരി ഡിഫിക്കൽട്ട് ആണ്. അത് അറബിയിൽ എന്തെങ്കിലും ഇഷ്ടമുള്ള പോലെ. അറബിയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ അറബിയിൽ സംസാരിക്കുന്ന വാക്കാണ് നമ്മൾ ആദ്യം കണ്ടാൽ കെയ്ഫൽ ഹാൽ. അപ്പോൾ നമ്മൾ സെയിൻ അൽഹംദുലില്ലാ അല്ലെങ്കിൽ കോയ്സ് അൽഹംദുലില്ലാ എന്നൊക്കെ പറയും. കെയ്ഫൽ ഹാൽ പറഞ്ഞാൽ സുഖമാണോ എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ അറബികൾ നമ്മളെ കണ്ടാൽ ആദ്യം ചോദിക്കും, നമ്മുടെ നാട്ടിലെങ്ങനെ സുഖമാണോ എന്ന് ചോദിക്കില്ലേ, അതേ ഒരു ഫീലാണ് അവിടെയും. മറ്റേ എക്സൈറ്റ്മെന്റ് ആയത്, ഞങ്ങളൊരു ദിവസം ഞാൻ ഈ ഗോൾഡൻ വിസനെ കിട്ടിയില്ലായിരുന്നു. അപ്പോൾ ഗോൾഡൻ വിസ കിട്ടി ഞാനിങ്ങനെ ഇത് വാങ്ങിക്കാനായിട്ട് ദുബായിലാണ്. അപ്പോൾ ദുബായിൽ ഇങ്ങനെ ഓഫീസിലേക്ക് പോകണം. അപ്പോൾ ഞാൻ ലിഫ്റ്റിൽ കയറി. അപ്പോൾ ലിഫ്റ്റിൽ കയറിയപ്പോൾ ഒരു അറബി, അപ്പോൾ അത് അറബി പറയട്ടാ. അങ്ങനെ ലിഫ്റ്റിൽ കയറിയപ്പോൾ അറബി ഇങ്ങനെ കണ്ടു. അറബിയും ഒരു കുഞ്ഞുണ്ട്. അപ്പോൾ ഇങ്ങനെ കണ്ട് അങ്ങനെ ഫിഷ് ഫിന്ത പറഞ്ഞു എന്ന് പറഞ്ഞാൽ എവിടെയാ കണ്ടു? ആള് പുലിയാണ്. അതെ. അപ്പോൾ ഞാൻ പറയും ഇന്നത്തെ ഫിഷ് യൂട്യൂബ് എന്നല്ല പറയാം, യൂട്യൂബ് എന്നൊക്കെ പറയും. അവൻ്റെ ആ നാക്കിൻ്റെ സ്ഫുടതയിലുള്ള ചെറിയത് യൂട്യൂബ് പറഞ്ഞു. അനഫി പറഞ്ഞു. അതിൽ ഞാനിട്ട് പറഞ്ഞു അനഫി മൗജൂദ് യൂട്യൂബ് പറഞ്ഞു. അങ്ങനെ പുള്ളിക്കത് മനസ്സിലായി, ഭയങ്കര സന്തോഷം. ഇപ്പം അറിവുകളൊക്കെ നമ്മൾ അറിയും കേട്ടോ, ഇഷ്ടംപോലെ അറിവുകൾ നമ്മൾ അറിയും. അതുപോലെ നമ്മൾ തായ്ലാൻഡൊക്കെ പോയി ആദ്യം വന്ന് ഫോട്ടോ എടുക്കാൻ പറ്റുന്ന ഒരു ബാംഗ്ലൂരുകാരനാണ്. ഒരു ബാംഗ്ലൂരുകാരൻ എൻ്റെ പുറകിൽ ഓടിച്ചിട്ട് ഇങ്ങനെ വന്നു. അപ്പം ഞാൻ വന്ന് കുറെ ഹിന്ദിയിൽ കാര്യങ്ങൾ പറഞ്ഞതിന് വലിയ സംഭവം നിങ്ങൾ യൂട്യൂബിൽ കാണാൻ എന്നെ ചോദിച്ചു. ഇൻസ്റ്റാഗ്രാമിൽ കാണാം, ഇൻസ്റ്റാഗ്രാമിലായിരുന്നു കൂടുതൽ. അപ്പം ഇൻസ്റ്റാഗ്രാമിൽ കാണാനുള്ള ഒരു ഫോട്ടോ കിട്ടും. ഭയങ്കര സന്തോഷത്തോടെ കുറച്ച് നേരം സംസാരിച്ചൊക്കെ പോയത്. അവന് 3-4 ഭാഷ പറയും. അറബിയിലും ഫിറോസൊക്കെ പിടിപാടുണ്ട്. അറബി എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ നമ്മൾ മലയാളം പറയും പോലെ അല്ലെങ്കിൽ തമിഴ് പറയും പോലെ മറ്റൊരു ഭാഷ നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. അറബി ആണെങ്കിലും നമുക്ക് അത്രയും വർഷം എടുക്കില്ല. ഞാൻ 5 വർഷമാണ് സൗദി അറേബ്യയിൽ ഇരുന്നത്, 5-5.5 വർഷമാണ് സൗദി അറേബ്യയിൽ ഇരുന്നത്. ആ സൗദി അറേബ്യയിൽ ഇരുന്നത് കൊണ്ടുള്ള അറബി ഏകദേശം നമ്മൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ നേടിയെടുക്കാനുള്ള അറബിയൊക്കെ നമുക്ക് അറിയാം. ഓഡിയൻസിന്റെ ഭാഗത്തുനിന്ന് ഇതുപോലെ എന്തെങ്കിലും നിർത്തി പൊരിക്കാവോ എന്ന് ചോദിച്ചിട്ട് കമന്റ്സോ മെസ്സേജോ ഇഷ്ടംപോലെ കമന്റ് അടിക്കും. പിന്നെ പന്നിനെയൊക്കെ പൊരിക്കാൻ വേണ്ടി, പന്നി പിന്നെ നമുക്ക് നമ്മുടെ ഇതിൽ പറ്റില്ലല്ലോ, എങ്കിലും നമ്മൾ ട്രൈ ചെയ്യും.
വിട്ടുകൊടുക്കില്ല. ആളുകളുടെ സന്തോഷമാണ് നമ്മുടെ സന്തോഷം. അങ്ങനെ ചന്തുവിനെ തോൽപ്പിക്കാൻ അല്ല, ഓരോ ആളുകളുടെ സംസ്കാരം. ഇപ്പൊ നമ്മളിപ്പോ ഞാൻ ചൈനയിൽ പോയപ്പോ ചൈനയിൽ പല പ്രൊവിൻസിലും പല രീതിയിലുള്ള ആളുകൾ. നമ്മൾ പറഞ്ഞ ചൈനക്കാരെല്ലാം കഴിക്കുന്നത് അത് നമ്മുടെ ഒരു തെറ്റിദ്ധാരണയാണ്. ഒരു രാജ്യങ്ങളിൽ പോകുമ്പോഴാണ് നമ്മളത് മനസ്സിലാവുക. ചൈനയിലും ഈ പാമ്പിനെ ഭക്ഷിക്കാത്ത സ്ഥലങ്ങളുണ്ട് പല പ്രൊവിൻസിലും. ഇപ്പൊ നമ്മുടെ നാഗാലാൻഡിൽ പട്ടി കഴിക്കുന്ന ആളുകളുണ്ട്, പക്ഷെ നമ്മൾ കഴിക്കുമോ? ഇല്ല. അപ്പൊ നമ്മൾ ഒരു രാജ്യത്തിലെ മൊത്തം ആളുകളെ നമ്മൾ കുറ്റം പറയാൻ പാടില്ല. പിന്നെ ഓരോ സംസ്കാരം, ഓരോ സംസ്കാരത്തിന് മുറിവേൽപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പാടില്ല. അത് ഓരോ മതത്തിൻ്റെയും ഇതിൻ്റെയൊക്കെ സംസ്കാരങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഞാനിപ്പോൾ പന്നിനെ ചെയ്യാൻ പറ്റില്ല, എനിക്ക് ചെയ്യേണ്ട കാര്യമില്ല. എനിക്ക് ഞാൻ വേറെ രീതികൾ ഇതിന് കണ്ടിട്ടുണ്ട്. അതും നമ്മൾ വിടില്ല. പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. ഇവ വീഡിയോസ് നമ്മൾ കാണുന്ന സമയത്ത് ഇപ്പം നമ്മൾ സക്സസ്ഫുള്ളി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു നെഗറ്റീവ് കമന്റ്സോ നെഗറ്റീവോ സ്പ്രെഡ് ആവാറുണ്ട്. ഇപ്പം എനിക്ക് തോന്നുന്നു ഫിറോസ്ഖാന്റെ കരിയറിൽ നോക്കുകയാണെങ്കിൽ മയിലിനെ കറി വെച്ചു കഴിച്ചു എന്ന് പറഞ്ഞ് തമ്മിലോട് കൂടി ഒത്തിരി വീഡിയോസ് വന്നിട്ടുണ്ട്. ശരിക്കും അതിന്റെ സത്യാവസ്ഥ എന്തായിരുന്നു? അതിന് സത്യാവസ്ഥ പറഞ്ഞാൽ ഞാൻ, രതീഷ്, പിന്നെ ഞങ്ങളുടെ നാട്ടിൽ കുറേ സുഹൃത്തുക്കൾ, എന്നെ ഒരാൾ പ്രൊമോഷൻ വേണ്ടി കൊണ്ടുപോവാണ് ദുബായിലേക്ക്. നമ്മുടെ സുഹൃത്ത് തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊമോഷൻ വേണം, അദ്ദേഹത്തിൻ്റെ ഒരു ട്രാവൽസിന്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പോകുമ്പോൾ ഇതിന് കണ്ടന്റ് വേണമല്ലോ. അപ്പോൾ ഞാൻ, രതീഷ്, ഞങ്ങളെ സുഹൃത്തുക്കൾ എല്ലാവരും കൂടി, ഞങ്ങൾ ഒരാളല്ല, ഞങ്ങളൊരു 25 പേര് കൂടി എടുത്ത തീരുമാനമാണ് മയിലിന് കറി വെക്കാൻ പോകുന്ന പോലെ പോകാം. എന്നിട്ട് എന്ത് ചെയ്യാം, അവിടെ നമുക്ക് കോഴിയെ കറി വെക്കാം. ഇന്നായിരുന്നു സംഭവം. ഈ മയിലിൻ്റെ വിഷയങ്ങളൊക്കെ നടക്കുമ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്ന് ചിരിക്കുകയാണ്. ആളുകളോട് ഇന്ന് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുകയാണ്. ഇതിന് ആവശ്യമില്ല. ഞാൻ എന്നിട്ട് എന്നെ വിളിക്കുന്ന ആളുകൾക്ക് ഞാൻ മറുപടി കൊടുക്കുകയാണ്, ഇതിൻ്റെ വീഡിയോ ഫൈനൽ വരാണ്ട്, നിങ്ങൾ ക്ഷമിക്കൂ എന്ന് പറഞ്ഞിട്ട്. പിന്നെ ന്യൂസുകാരൊക്കെ ഭയങ്കര ചർച്ച. നമ്മുടെ അഭിലാഷ് ഉണ്ടല്ലോ, അഭിലാഷൊക്കെ ഭയങ്കര ചർച്ചയുണ്ടായി. ന്യൂസിലൊക്കെ നോക്കുമ്പോൾ കുറെ മതസ്ഥരൊക്കെ വന്നിരുന്ന് മതവിഷയങ്ങളൊക്കെ ആയിപ്പത്. നമ്മളാണത് അറിയുന്നില്ല. പിന്നെ ഇത് അറിഞ്ഞപ്പോൾ ഞാൻ ഇതിന്റെ വീഡിയോ ഇങ്ങനെ തൊട്ടേ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഫസ്റ്റ് കഴിഞ്ഞ് നമുക്ക് എൻ്റെ ഇടാൻ പറ്റില്ല. അതിൻ്റെ ഇടയിൽ 2-3 വീഡിയോ മയിൽ വാങ്ങിക്കാൻ പോകണമൊക്കെ ഉണ്ട്. ഇതൊക്കെ ഇട്ടപ്പോൾ ഭയങ്കര പ്രശ്നമായി. ഞാൻ പറഞ്ഞൊരു പ്രശ്നമായിക്കോട്ടെ, ഇന്നെന്ത് കുഴപ്പം. അവസാനം ഞങ്ങൾ ആ മയിലിനെ ഒരു ഷെയ്ക്കിന്റെ, അബുദാബി ഷെയ്ക്കിന്റെ പാലസിലേക്ക് എത്തിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കി ഞങ്ങൾ ആ സാധനം അവിടെ എത്തിച്ചു. ഞങ്ങളിതിന് കൊല്ലാനേ തീരുമാനിച്ചില്ല. ഞങ്ങളൊരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് മയിലെന്ന് പറഞ്ഞ ദേശീയ പക്ഷിയാണ്. പിന്നെ വേറെ എനിക്ക് എക്സ്പെഷ്യലി ദേശീയ പക്ഷി ഒന്ന്. രണ്ടാമത്തെ, ഈ കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര സ്നേഹമായി മയിലിനെ. അവരുടെ മുന്നിൽ നമ്മളൊരു ക്രൂരരാകും ഈ മയിലിനെ കൊന്ന്. നമ്മൾക്ക് മയിൽപ്പീലി പുസ്തകത്തിനകത്ത് വെച്ചിട്ട് വിരിയെന്ന് പറഞ്ഞ് നടന്ന ആളുകളാണ്. അപ്പൊ അത്രയും ഒരു സ്നേഹമുള്ളൊരു ജീവിയാണത്. അത് കാണാൻ തന്നെ ഒരു ഭയങ്കര ക്യൂട്ടാണല്ലോ. സത്യം പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ ഇവിടെയൊക്കെ മയിൽ വരും രാവിലെ. അപ്പൊ അങ്ങനെ അതെ, അങ്ങനെ ചെയ്യാനുള്ള തീരുമാനമേ ഞങ്ങളുടെ നിഘണ്ടുവിലില്ല. പിന്നെ ആളുകൾ എടുത്തത്, കുറെ ആളുകൾ നീ ചെയ്യടാന്ന്, കുറെ ആളുകൾ നീ ചെയ്യാണ്ട് ഇവിടെ വരരുത്, നീ ചെയ്താലും ഇങ്ങോട്ട് വരാൻ പറ്റില്ല, അങ്ങനെ നമ്മൾക്ക് എന്താ പ്രശ്നം, ഞങ്ങളിത് ചെയ്തിട്ടേ ഇല്ല. ഞങ്ങളിതിൻ്റെ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ടാണ് ശരിക്കും ഇവിടെ ഇതിൻ്റെ ഫസ്റ്റ് ഷൂട്ട് വരുന്നത്. ഇതിന് രണ്ടാമത്തെ വീഡിയോ ഷൂട്ടിന് ശേഷമാണ് ഞങ്ങൾ ഔട്ട് ചെയ്യുന്നത്. മൂന്നാമത്തെ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ പ്രശ്നം ഭയങ്കര പ്രശ്നമായി. മൂന്നാമത്തെ വീഡിയോ ഇമീഡിയറ്റ് ആയിട്ട് എൻ്റെ ജ്യേഷ്ഠനെ വിളിച്ച് ഭയങ്കര സങ്കടം പറഞ്ഞു, ഭയങ്കര പ്രശ്നമാണ്, അതൊന്നും ചെയ്യില്ല. ഞാൻ പറഞ്ഞാൽ അന്ന് ചെയ്യില്ല, എന്നതാണ് സംഭവം എന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ ആളുകൾ ഇപ്പോഴും പറയുന്നത് മയിലിൽ ഞങ്ങൾ ചെയ്യാൻ പേടിച്ചിട്ടാണെന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ദുബായിൽ മയിലുണ്ട്, മയിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അത് ഇന്ത്യൻ മയിലാണെങ്കിൽ, ഇന്ത്യയിലുള്ള മയിലാണെങ്കിൽ ഇന്ത്യയിൽ നിന്ന് എങ്ങനെ അങ്ങോട്ട് കടത്തിയെന്ന് നമ്മൾ ചിന്തിക്കണ്ടേ. അതല്ലോ ആദ്യത്തെ ഒഫൻസ്. പിന്നീട് നമുക്ക് അറിവേണ്ടത് അത് ഓസ്ട്രേലിയയിൽ നിന്ന് വരുന്ന മയിലാണത്. അവിടെ ഇഷ്ടം പോലെ ഉണ്ട്, ആളുകൾക്ക് വാങ്ങിയിട്ട് കടയിലൊക്കെ ഉണ്ട് സാധനം. ചെറിയ പൈസയേ ഉള്ളൂ, ഒരു 500 ദിർഹംസ് കൊടുത്ത മയിൽ കിട്ടും, വലിയ മയിൽ കിട്ടും, വലിയ സൈസ്. അവാനക്കുള്ളതിന് 1000 ദിർഹംസ് കൊടുത്ത ഭയങ്കര മനോഹരമായ മയിൽ കിട്ടും. അപ്പൊ ദുബായിൽ നമുക്ക് ചെയ്യണോണ്ട് പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ നമ്മുടെ ബൂംബാങ് എന്ന് പറഞ്ഞ ഒരു ഓസ്ട്രേലിയ എവിടെയോ താമസിക്കുന്ന ഒരു ആളുണ്ട്. അദ്ദേഹം മയിലിനെ കറി വെച്ചിട്ടുണ്ട്. ഇത് വെക്കണ് നമ്മൾ, അതെ വെക്കണ് നമ്മൾ ഇവിടുന്ന് പോയി അങ്ങോട്ട് ചെയ്യണമെന്നുള്ള പ്രശ്നമാണ്. അതങ്ങനെ സോൾവ് ആയി, കുഴപ്പമൊന്നുമില്ല. ഈ ഓൾറെഡി യൂട്യൂബിൽ എപ്പോഴും ഫോക്കസ് ചെയ്യണ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യൂട്യൂബർ ഉണ്ടോ, അല്ലെങ്കിൽ ഇന്നാളുടെ വീഡിയോസ്, ആള് ചെയ്യുന്ന കോണ്ടന്റ് കാര്യങ്ങള് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് ഇക്കാന്റെ വീഡിയോസ് പോലെ ഇക്ക കാണുന്ന ഏറ്റവും കൂടുതൽ കാണുന്ന വീഡിയോ? ഞാൻ ഫുഡ് വീഡിയോ എല്ലാം കാണും, എല്ലാ വീഡിയോയും കാണും. പലതും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്യാറുണ്ട്. നമ്മളിപ്പോൾ തമിഴ്നാട്ടിലെ ആളുകൾ ചെയ്യുന്നതും ഡാഡി ചെയ്യുന്നതൊക്കെ അങ്ങോട്ട് ഞങ്ങളുടെ വീഡിയോസ് ആയിട്ട് പുള്ളിയും ചെയ്യാറുണ്ട്, അവരുടെ വീഡിയോസ് നമ്മളും ചെയ്യാറുണ്ട്. പിന്നെ അതിൽ കുറെ ആളുകൾ എന്ന് പറയും ഇത് കോപ്പിയല്ലേ ചോദിക്കും. അപ്പോൾ എൻ്റെ വീട്ടിൽ മാത്രമേ ചിക്കൻ കറി വെക്കാൻ പറ്റുള്ളൂ, നിങ്ങളുടെ വീട്ടിൽ ചിക്കൻ കറി വെക്കാൻ പാടുമോ? അത് കോപ്പിയല്ലേ. ഞാൻ മാത്രം വസ്ത്രം കൊടുക്കാൻ പാടുള്ളൂ, നിങ്ങൾ വസ്ത്രം കൊടുക്കില്ലേ? കോപ്പിയല്ലേ. ഞാൻ മാത്രം സംസാരിക്കാൻ പാടുള്ളൂ, എന്നെ പോലെ നിങ്ങൾ സംസാരിക്കും, കോപ്പിയില്ല. അങ്ങനെ കോപ്പി എന്ന് പറഞ്ഞ കുറച്ച് കമന്റ് ആളുകൾ വരും. അത് ശരിക്കും പറഞ്ഞാൽ അവരുടെ വിവരമില്ലായ്മ കൊണ്ട് ഇടുകയാണ്, കോപ്പിയില്ലേ. പിന്നെ കുഞ്ഞുങ്ങളായിരിക്കും, കുഞ്ഞു മക്കളായിരിക്കും കോപ്പി. അവരെന്ന് വെച്ചാൽ അത്ര ചിന്തിക്കില്ല. ചില ആളുകൾ വലുതും ഉണ്ടാകും, നിങ്ങൾ അവിടെ നിന്ന് മോശിച്ചിട്ട് ഇതല്ലേ. ഐഡിയകളൊക്കെ നമുക്ക് പലവിടെ നിന്ന് കിട്ടുന്നതാണ്. നമ്മൾ നടക്കാൻ പഠിച്ചത്, ഇരിക്കാൻ പഠിച്ചത്, സംസാരിക്കാൻ പഠിച്ചത് എല്ലാം കോപ്പിയാണ്. ഈവൻ നമ്മൾ വിദ്യാഭ്യാസം കോപ്പിയല്ലേ. ഒരു പുസ്തകത്തിലുള്ള സാധനം ഞാനും പഠിച്ചു, നിങ്ങളും പഠിച്ചു അല്ലേ. ചന്ദ്രൻ ഒന്നേ ഉള്ളൂ, നമ്മൾ രണ്ടാളും പഠിച്ചില്ല, നിങ്ങൾ മാത്രം പഠിച്ചാൽ മതി ചന്ദ്രനുള്ളത്, എല്ലാവർക്കും പഠിക്കണം. അതെ.
അങ്ങനെ കുറച്ച് ആളുകൾ കോപ്പി എന്ന് പറഞ്ഞിട്ട് കമന്റ് വരും. പക്ഷെ സത്യത്തിൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്യാറുണ്ട്. അത് തമിഴ്നാട്ടിൽ കാണണം. പിന്നെ യൂട്യൂബിൽ ഇപ്പോൾ ഒരു 10 ലക്ഷം ആളുകൾ കണ്ടൊരു വീഡിയോ ഒന്ന് വെച്ചിട്ട് 10 ലക്ഷം ആളുകളെ ഉള്ളൂ യൂട്യൂബിൽ? അല്ല, ഒരുപാട് ആളുകളുണ്ട് കാണാൻ, മില്യൺ കണക്കിന് ആളുകളുണ്ട്. അവരെ കാണിക്കുക, ആ പല ലാംഗ്വേജിലൂടെ കാണിക്കുക എന്നുള്ളതാണ്. തമിഴ്നാട്ടിൽ ഇപ്പോൾ ഒരു 50 ലക്ഷം, തമിഴ്നാട് കുക്കിംഗ് ചെയ്ത 50 ലക്ഷം 1 കോടി ആളുകൾ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ കേരളത്തിൽ വന്നാലും കാണാൻ ആളുകളുണ്ട്. അത് ഹിന്ദിയിലേക്ക് പോയ ആളുകളുണ്ട്. പിന്നെ അവരുടെ ഭാഷയിൽ അത് ചെയ്യുമ്പോഴല്ലോ ഭയങ്കര താല്പര്യമായിരിക്കും. മലയാളത്തിൽ ഞാൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, അതിനോട് താല്പര്യം ഉണ്ടാവും. അതുപോലെ തമിഴിൽ ചെയ്യുമ്പോൾ അവരുടെ നാട്ടുകാർക്ക് അതിനോട് താല്പര്യം ഉണ്ടാവും. മനസ്സിലായി? പല ലാംഗ്വേജിലും ചെയ്യുമ്പോൾ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ്. എൻ്റെ വീഡിയോ എടുത്തിട്ട് എൻ്റെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഇംഗ്ലീഷ് ചാനലുകാരൻ എൻ്റെ വീഡിയോ എടുത്തിട്ട് പോയിട്ട് ഭയങ്കര റീച്ച്, റിയാക്ഷൻ വീഡിയോ അല്ലല്ല, എന്റെ വീഡിയോ എടുത്ത് പുള്ളി കോപ്പി ആയിട്ട് ഭയങ്കര റീച്ച് എന്ന് വെച്ചാൽ ഞാൻ കണ്ടപ്പോൾ ഒരു 8-9 മില്യൺ ആളുകൾ അത് കണ്ടിട്ടുണ്ട്. എന്റെ സംസാരമൊന്നുമില്ല, അതൊക്കെ കട്ട് ചെയ്ത് ചെറുതായിട്ട്. പക്ഷെ എനിക്ക് സന്തോഷമുള്ളൂ, കാരണം അദ്ദേഹത്തിന്റെ കൂടെ കുറെ ആളുകൾ നമ്മളെ കാണട്ടെ, കൂടുതൽ ആളുകളിലേക്ക്. എനിക്ക് ആദ്യത്തെ ചിന്താഗതി ഇങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ, ഈ നമ്മുടെ വീഡിയോ മോഷ്ടിച്ചിന് കൂടെ ദേഷ്യം ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ഞാൻ മനസ്സിലാക്കി, ഇതൊരു ഒരു പ്രൊമോഷൻ അല്ലേ, ഒരു പ്രൊമോഷനാണ്. ഞാൻ എന്തിനാണ് ഇതിനകത്ത് നിൽക്കുന്നത്? എന്നെ ആളുകൾ അറിയാൻ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ആളുകളിലേക്ക് അറിയിക്കാൻ വേണ്ടിയിട്ടല്ലേ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ അതൊക്കെ ആളുകൾ എടുത്തിട്ട് പോകണം. ഞാനൊന്നും കോപ്പിറൈറ്റ് സ്ട്രൈക്ക് ഒന്നും കൊടുക്കില്ല, ഇല്ല, ഒരു പരിപാടിയില്ല. നിങ്ങൾ എടുത്തിട്ട് എന്തോ ചെയ്തോ. ഇപ്പൊ ട്രോളം ഉപയോഗിതൊക്കെ നമ്മുടെ സുഹൃത്താണ്, ഇഷ്ടംപോലെ ട്രോളാറുണ്ട്. ഉപയോഗ തന്നെ വിളിച്ച ദിവസം പറയണേ, ഈ വീടിന്റെ ഐശ്വര്യം ഫിറോസിക്കാണ്. അതെ, ഞാൻ പിന്നെ ചിലതൊക്കെ ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ ഞാൻ തന്നെ ഇടും. ആരെങ്കിലും എടുത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ ട്രോളിക്കോട്ടെ, എല്ലാവരും ജീവിക്കണില്ലേ സംഭവം. പിന്നെ ഞാൻ പറഞ്ഞില്ല, എല്ലാവരും ഉണ്ടെങ്കിൽ ഈ പ്ലാറ്റ്ഫോം നിലനിൽക്കുള്ളൂ. ഞാനും കുറച്ച് സത്യസന്ധമാരായിട്ടുള്ള ആളുകളും കുറെ നല്ല കണ്ടന്റും ചെയ്യുന്ന ആളുകൾ മാത്രം ഉണ്ടെങ്കിൽ ഇതൊന്നും കാണാൻ ആളുടെ ഇല്ല. കുറച്ച് പ്രശ്നങ്ങളൊക്കെ വരണം, അല്ല ഈ പ്രശ്നങ്ങൾ പലതിലും വരുന്നുണ്ടല്ലോ. അപ്പൊ അതൊക്കെ കാണുമ്പോൾ അതിന്റെ പുറകിൽ നമ്മളും പോകും. മനസ്സിലായി? അപ്പൊ നിങ്ങളുടെ വീഡിയോ ഇൻട്രോ ആണെങ്കിലും നമ്മൾ ഇന്റർവ്യൂ എടുക്കുന്ന സംഭവമാണെങ്കിലും കാണണമെങ്കിൽ ആളുകൾ വേണ്ടേ? സമയമില്ല, നമ്മൾ കുറെ സമയം എടുത്തിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്, ഇൻട്രോ ചെയ്യുന്നത്, അല്ലെ ഇന്റർവ്യൂ ചെയ്യുന്നത്. പക്ഷെ ഇത് കാണണമെങ്കിൽ ആളുകൾ വേണ്ടേ? അപ്പൊ പലതിന്റെ ഇടയിൽ പോകുമ്പോൾ ആളുകൾ ജസ്റ്റ് ഒന്ന് റിലാക്സ് ആയിട്ട് സമാനത്തിൽ കാണും. അതാണ് എൻ്റെ ഒരു ഇത് ചുമ്മാ ഒരു കുക്കിംഗ് വീഡിയോ മാത്രമല്ല, നമുക്കിപ്പോൾ ഒരു ഫൺ എലമെന്റ് നന്നായിട്ടുണ്ട്. അത് കണ്ടിരിക്കാനും നിങ്ങളുടെ പ്രസന്റേഷനും ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലുള്ള കോൺവെർസേഷനും ഇപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ടല്ലേന്നും രസമില്ലാതെ നമ്മൾ പറയുന്നത് ഇപ്പോഴും നമ്മൾ വീണ്ടും നമ്മുടെ ഭക്ഷണം കഴിക്കുമ്പോൾ ഈ ഡയലോഗ് അറിയാതെ പറഞ്ഞു പോകും. സോ അങ്ങനെ കുറെ സാധനങ്ങൾ നിങ്ങൾ ഇട്ടിട്ട് തന്നു പോയിട്ടുണ്ട്. ഇത് നമ്മൾ ഇടുന്നതല്ല, ശരിക്കും ആക്ച്വലി ഞങ്ങൾ ഉള്ളതാണ് അതിൽ, നാച്ചുറലി അത് വരുന്നതാണ്. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഈ ഇൻട്രോ പറയും മാത്രമേ ചിലപ്പോൾ 2-3 കട്ടൊക്കെ എടുക്കുള്ളൂ. ബാക്കിയുള്ള കേസൊക്കെ ഞങ്ങൾ അങ്ങോട്ട് ഷൂട്ട് ചെയ്യും. ഇൻട്രോ പറയുമ്പോഴേ അതിൽ ചിലപ്പോൾ 2-3 പറയുന്ന വാക്കുകളിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുടെയും മാത്രമേ മാറ്റുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ലൈവാ. ഞങ്ങൾക്ക് ക്യാമറാമാർക്ക് ഷൂട്ട് ചെയ്താൽ പിന്നെ അങ്ങോട്ട് പൊക്കോളും. ഇപ്പൊ നമ്മളിപ്പോൾ എത്ര നേരം സംസാരിക്കണം, നമ്മൾ തന്നെ സംസാരിച്ചിട്ട് 15-20 മിനിറ്റ് ആയില്ലേ, അതങ്ങനെ പോയിക്കോളൂ, കഥ പോലെ പോയിക്കോളൂ. പിന്നെ വേറെ നമ്മൾ മനസ്സിൽ കള്ളമില്ലാത്തതുകൊണ്ട് നമുക്ക് എന്ത് വരില്ല, നമുക്ക് ഒന്നിനെ മേക്കപ്പ് ചെയ്യേണ്ട കാര്യമില്ല, നാച്ചുറലാണ്. എന്തിനും നമ്മൾ എന്തിനും കള്ളം ഉണ്ടെങ്കിൽ നമുക്ക് മേക്കപ്പ് ചെയ്യേണ്ട കാര്യമുള്ളൂ, ഒരു മോഡിഫിക്കേഷൻ ആവശ്യമുള്ളൂ. പക്ഷെ നമ്മൾ നാച്ചുറൽ ആയതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല. നമുക്ക് സംസാരിച്ചോ, ഞാൻ സംസാരിക്കാം. ശരിക്കും ഏതെങ്കിലും വീഡിയോ ചെയ്തതിന് ശേഷം ശരിക്കും ടേസ്റ്റ് ഇല്ലെങ്കിൽ ടേസ്റ്റ് ഇല്ല എന്ന് തന്നെ പറയാം? അല്ല, നമുക്ക് ടേസ്റ്റ് ഇല്ലെങ്കിലും കൊള്ളാം എന്ന് പറഞ്ഞിട്ടുണ്ട് ശരിക്കും? അല്ല, ടേസ്റ്റ് ഉണ്ടെങ്കിൽ ടേസ്റ്റ്, ചിലത് നമ്മളിപ്പോൾ 100% ടേസ്റ്റ് ഒന്നും പറയാനൊന്നും പറ്റില്ല. എങ്കിലും ചിലതൊക്കെ നമുക്ക് ചില ഒരു 80% ടേസ്റ്റ് ഒക്കെ വന്ന സാധനങ്ങളുണ്ട്. എങ്കിലും ഭക്ഷണത്തിന് ടേസ്റ്റ് ഇല്ല എന്ന് പറയരുതെന്നുള്ളതാണ് ഞാൻ പഠിച്ചിരുന്നത്, എൻ്റെ കാഴ്ചപ്പാട്. ഭക്ഷണം കിട്ടാത്ത ഒരുപാട് പേരുണ്ട്, അവരുടെ മുന്നിലേക്ക് ഭക്ഷണത്തിന് ടേസ്റ്റ് ഇല്ല എന്ന് പറയരുത് എന്നുള്ളതാണ്. അത് നമ്മൾ പിന്നെ അങ്ങനെ പറഞ്ഞ് ശീലിച്ചിട്ടില്ല. പിന്നെ മാക്സിമം ഒരു 90% സാധനങ്ങളും അത്യാവശ്യം നല്ല രുചിയോടെ ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കണം. എന്നുവെച്ചാൽ ഞങ്ങൾ വേറെ സാധനങ്ങളൊന്നും അങ്ങനെ ചേർക്കില്ല. കളറൊക്കെ ഞങ്ങൾ വളരെ അപൂർവമായിട്ട് ചേർത്തുള്ളൂ. കളർ വേണമെങ്കിൽ ചേർക്കാൻ പല വീഡിയോകളിലും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കളർ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം, കളർ ചേർക്കേണ്ട അത്രയും ഒരു ഇതിൽ വേണമെങ്കിൽ മാത്രമേ ഞങ്ങൾ ചേർക്കുള്ളൂ. അപ്പൊ രുചിക്ക് വലിയ ഞങ്ങൾ പലതും ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തന്നെ തിന്നിട്ട് ഞങ്ങൾ തന്നെ ഞെട്ടിയിരുന്നു. ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയാണ്. കാരണം ബീഫൊക്കെ എന്നും എനിക്ക് പല കടകളിലും പോകുമ്പോഴും ഞങ്ങൾ ഉണ്ടാക്കിയ ബീഫിന്റെ രുചി നമുക്ക് കിട്ടിയില്ല അല്ലേ, ഞങ്ങൾ ഉണ്ടാക്കിയ രുചി എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തില്ല എന്നുള്ളതാണ്. പിന്നെ അത് ചെയ്യും നമ്മൾ ഒരു തവണ ഭയങ്കര ടേസ്റ്റ്, രണ്ടാമത് ചെയ്യുമ്പോൾ അത് കിട്ടിയിട്ടുണ്ടോ അതേ ടേസ്റ്റ്? അത് കൃത്യമായിട്ട് നമ്മൾ റെസിപ്പി ഫോളോ ചെയ്യാൻ നമുക്ക് കിട്ടും. നമ്മൾ പിന്നെ കുറച്ച് മാരിയിടല്ലേ, കണക്കൂടെ ചെയ്യുകയാണെങ്കിൽ 100% ടേസ്റ്റ് നമുക്ക് ബാലൻസ് ചെയ്യാം. ഇപ്പം ബിസിനസ്സിലേക്ക് ഫോക്കസ് ചെയ്യാം, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് ആഗ്രഹം പറഞ്ഞ സമയത്ത് ഒത്തിരി പേര് കമന്റ്സിൽ ഞാൻ കമന്റ് കണ്ടിട്ടുണ്ടായിരുന്നു, ഇതൊന്നും പറ്റിയ പണിയല്ല എന്ന് കമന്റ്. അത് കാണുമ്പം ശരിക്കും എന്താ തോന്നുക, ഇത് കാണിച്ചു കൊടുക്കണം എന്നാണോ? അല്ല, ബിസിനസ് ചെയ്യണം എന്ന് എൻ്റെ ഭയങ്കര ആഗ്രഹമാണ്. ബിസിനസ്സുകാരനാകുക എന്നുള്ളത് എൻ്റെ ഭയങ്കര ആഗ്രഹമാണ്.
പിന്നെ നമ്മൾ സത്യസന്ധതയാണ്, നമ്മൾ കൃത്യമായിട്ട് ബിസിനസ് ചെയ്യുള്ളൂ. എന്തെങ്കിലും മറ്റേ ആർക്കെങ്കിലും പറ്റിക്കാനോ ഇതിനു വേണ്ടി നമ്മൾ ബിസിനസ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കില്ല. പിന്നെ ചെയ്യാൻ പറ്റില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇപ്പോൾ നമ്മൾ വിജയിച്ച ആളുകളിൽ ഒരു 60-70% ആളുകളും ഇതുപോലെ വളരെ പാവപ്പെട്ട ഒരു സാധാരണക്കാരാണ് ബിസിനസ് വിജയിച്ച് വന്നിരിക്കുന്നത്. നോക്കിയിട്ടാണ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. വളരെ നല്ല മനസ്സുള്ള ആളുകളൊക്കെയാണ് കൂടുതലും ബിസിനസ് വിജയിച്ച് വന്നിട്ടുള്ളത്. അപ്പോൾ അതുപോലെ ബിസിനസ് നമുക്ക് എന്തായാലും ചെയ്യാൻ പറ്റും. എനിക്ക് ഇതുണ്ട്, ബോധ്യമുണ്ട്. പിന്നെ നമ്മൾ ആളുകളെ ഒരു പരീക്ഷണ വസ്തുവായി ഉപയോഗിക്കില്ല. അവർക്ക് വേണ്ട സാധനങ്ങൾ നല്ലതേ കൊടുക്കുകയുള്ളൂ. ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ നമുക്കുള്ളൊരു ജീവിതമാണ്, അത് മറ്റുള്ളവർക്ക് കൂടെ ഉപകാരപ്പെടുമ്പോഴാണ് നമ്മുടെ ജീവിതം പൂർണ്ണമാകുന്നത്. ആ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ആ ഒരു വാക്ക് ഞാൻ എപ്പോഴും എൻ്റെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് ബിസിനസ്സും എനിക്ക് ചെയ്യാൻ പറ്റും, നമുക്ക് ചെയ്യാം. പ്രഷറിനൊക്കെ സപ്പോർട്ട് ഉണ്ടാവും, അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കണം. നമ്മളെ സത്യസന്ധത പുലർത്തിയാൽ മതി, നീതി പുലർത്തിയാൽ മതി, സംഭവം നമ്മൾ വിജയിച്ചോളും. അതിന് വിശ്വാസം ഉണ്ടെനിക്ക്. അതാണ് ഇപ്പൊ യൂട്യൂബ് തുടങ്ങുന്നതിന് മുൻപും ചിലപ്പോ ആളുകൾ പറയാം നിനക്ക് നിന്നെ കൊണ്ട് ഇത് പറ്റില്ല, ഇപ്പൊ പറയുന്ന പോലുള്ള കമന്റ്സ് ചിലപ്പോ അന്നും കേൾക്കാം. അന്ന് ഇവിടെ പറഞ്ഞിട്ടുള്ളതാണത്. അതുപോലെ തന്നെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ യൂട്യൂബിനകത്ത് വരുന്നതിന് മുന്നേ ഞാൻ വളരെ ചെറുപ്പത്തിൽ ഒരുപാട് ബിസിനസ് ചെയ്തിട്ടുള്ള ആളാണ്. എത്ര ബിസിനസ് ചെയ്തു? ഞാൻ ഈ പച്ചക്കറിയില്ലേ 4 ചക്രമുള്ള വണ്ടി ഉണ്ട്, അതിൽ വെച്ച് തള്ളി നടന്ന് ബിസിനസ് ചെയ്ത ആളാണ്. മുന്തി ഞാൻ എലപ്പുള്ളി പഞ്ചായത്ത് മുഴുവൻ കറങ്ങി നടന്ന് അങ്ങനെ ഒരു ബിസിനസ് ആയിരുന്നു എന്റെ ശരിക്കും. പിന്നെ ഇങ്ങനെ വഴിമാറി വന്നപ്പോ ഇതിലേക്ക് പോയത് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ വെച്ച് അങ്ങനെ പല ബിസിനസ് ഞാൻ ഇ കൊമേഴ്സ് തുടങ്ങിയിട്ട് 2014 ഞാൻ 2014 വീണ്ടും ഇതിലേക്ക് വരാനുള്ള കാരണം പറഞ്ഞാൽ ഞാൻ ഇ കൊമേഴ്സ് സ്വന്തമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇ കൊമേഴ്സ് ബിസിനസ് നമ്മൾ ഫ്ലിപ്കാർട്ട്, ആമസോണിന്റെ ഒക്കെ പ്രചോദനം ഉൾക്കൊണ്ട് ഞാൻ ബ്രാൻഡ് അല്ലാത്ത ഷൂകൾ ഏകദേശം 499 റുപ്പീസിന് അഫോർഡബിൾ പ്രൈസിന് ഞാൻ ഇന്ത്യ മുഴുവൻ ബിസിനസ് ചെയ്തിട്ടുണ്ട്. ഞാൻ അത് വിറ്റിട്ടുണ്ട്. പിന്നെ സെയിൽ ടാക്സ് പല പ്രശ്നങ്ങളെ കൊണ്ട് ഞാൻ നിർത്തിയതാണ്. അങ്ങനെ അതിൽ എനിക്ക് കുറച്ച് പൈസ നഷ്ടമായിട്ടുണ്ടായിരുന്നു. ആ നഷ്ടം തിരിച്ചു പിടിക്കാനാണ് വീണ്ടും ഞാൻ യൂട്യൂബിലേക്ക് ആക്റ്റീവായത്. മനസ്സിലായി? അങ്ങനെ ആ ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ എന്റെ മനസ്സിൽ എന്നെ അറിയപ്പെടുന്നൊരു ചിന്ത എനിക്കുണ്ടായിരുന്നു, ആളുകൾ അറിയപ്പെടുന്ന ചിന്ത ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് വരുന്നത്. ബിസിനസ് ആയിരുന്നു എന്റെ ശരിക്കും ഉള്ള ഹോബി. പല ബിസിനസ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ ഹെൽമെറ്റ് വിറ്റിട്ടുണ്ട്, കോയമ്പത്തൂർ റോഡ് സൈഡ് ഹെൽമെറ്റ് ഇട്ടിട്ട് ഞാൻ വിറ്റിട്ടുണ്ട്. അങ്ങനെ കുറെ ചരിത്രങ്ങളുണ്ട് എന്റെ പുറകില്, നമ്മൾ അറിയാത്ത കുറെ കഥകളുണ്ട് എന്നൊക്കെ. സോ അടുത്ത ഗെയിമിന് വേണ്ടി ഞങ്ങൾ റെഡിയാണ്. ബ്ലൈൻഡ് ടെസ്റ്റ് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇതിനു മുമ്പ് കളിച്ചിട്ടുണ്ടോ ബ്ലൈൻഡ് ടെസ്റ്റ്? ഇല്ല, ഞാൻ ഈ കളി ആദ്യമായിട്ടാണ്. നമ്മൾ എപ്പോഴും സീരിയസ് ഞങ്ങൾ കുറച്ച് ഫണ്ണാക്കാൻ വേണ്ടി പോവാണ്. ഇതിൽ ഞങ്ങള് മുഴുവൻ വെള്ളമായിരിക്കും, ചിലപ്പം കണ്ണ് കിട്ടും. ഓക്കെ, എന്നിട്ട് ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ, ചിലപ്പോ അത് കടിക്കാൻ ചാൻസ് ഉണ്ട്, പേടിയൊന്നും ഉണ്ടാവില്ല. ആരോടാ ചോദിക്കണം, അല്ലെങ്കിൽ ഞങ്ങൾ ചാപ്പാടതായിരിക്കുന്നത്. വെല്ലുവിളി നമ്മൾ ഏറ്റെടുക്കും. അതാണ് സ്പിരിറ്റ്, ടീം സ്പിരിറ്റ് അതാണ്. സോ നമ്മള് റെഡി അല്ലേ? പിന്നെ കണ്ണിട്ടാ ഓക്കെ, റെഡി? ഐ ആം റെഡി. കെട്ടിക്കോ. ഓക്കെ. ഇവൻ നാട്ടിലെ ഈ ഉറിയടിക്ക് കണ്ണു കെട്ടി കൊടുക്കണ ഒരു മടക്ക്, 2 മടക്ക്, 3 മടക്ക്. എത്ര മടക്ക്? 4 മടക്ക്. കാണുന്നുണ്ടോന്ന് ഉറപ്പ് വരുത്തണം. കള്ളക്കളി കളിക്കില്ല. ഇല്ല, ഇത് കാണണമെന്നില്ല. കാണണ്ട. അതെത്ര? 7. വെരി ഗുഡ്. ഇതോ 5. ഇതോ 3. ഇതോ 2. എല്ലാ നമ്പറും പറയും. ഓക്കേ, ഡൺ ഡൺ ഡൺ. അപ്പോൾ തുടങ്ങിയാലോ? ഓക്കേ അല്ലേ? ഓക്കേ, ഡൺ. അപ്പം ആദ്യത്തെ സാധനം എനിക്ക് പേടിച്ചിട്ട് ഞാൻ പിടിക്കണേ. പേടി എന്തെങ്കിലും ഉണ്ടോ? ഇരിക്കാം. ഒന്നിനും പേടിയില്ലല്ലോ? ഇല്ലല്ലേ? പക്ഷെ എനിക്ക് പേടിയാവും. സൂക്ഷിക്കണം ചേട്ടാ. ഇക്ക തുടങ്ങിക്കോ. ഇക്ക വെച്ചിട്ടുണ്ട്. പതുക്കെ വെള്ളത്തിലാണ്. വെള്ളത്തില കടിക്കോന്ന് എനിക്കറിയില്ല. ഇത് നെട്ട് കളഞ്ഞ വഴുതിരിങ്ങല്ലേ? ഓഹോ, ആണോ? രതീഷേട്ടാ, ആണോ? ചെറിയ സംശയമുണ്ട്. നെട്ട് കളഞ്ഞ അത് നെട്ട് കളഞ്ഞ വഴുതിരിങ്ങ. ഒരു കൃഷിക്കാരനോടാണ് കേട്ടോ ഞാൻ ചോദിച്ചത്. ഓക്കെ, അപ്പൊ ആദ്യത്തെ സക്സസ്ഫുള്ളി കഴിഞ്ഞിരിക്കുകയാണ്. രണ്ടാമത്തേതാണ് ചേട്ടാ. എന്താ ഇട്ടോളൂ? ഒന്നും കാണാനല്ലോ. ചേട്ടാ താഴോട്ടാണ്. ചേട്ടാ നോക്കണേ, ഞാൻ കുറച്ച് മാറിയിരിക്കാം, എനിക്ക് പേടിയാണോ? ഇതെന്തോ പ്ലാസ്റ്റിക് ആണല്ലോ. പാമ്പാ? അജീവല്ലാത്ത സാധനം. നിങ്ങൾ ജീവനിലോട്ട് കളിക്കുന്നത് ചുമ്മാ. പാമ്പാണോ തോന്നുന്നു? പാമ്പന്നെ. അതന്നെ സാധനം അല്ലേ? പ്ലാസ്റ്റിക് അല്ലേ?
റിയലിസ്റ്റിക് ആണോ ചേട്ടാ? ഇതാ ഏയ് നിങ്ങൾ ജീവനുള്ള ഇത് കളി രസമില്ലേട്ടാ. ജീവനുള്ളത് തന്നെ വേണമായിരുന്നു. അല്ലെങ്കിൽ നമ്മളിപ്പോ ഫ്രൈ ചെയ്താണ്. നെക്സ്റ്റ് പറയൂ. ഓക്കെ, നെക്സ്റ്റ് ആനയാണ് കേട്ടോ. ആന. ഓക്കെ ചേട്ടാ വെച്ചിട്ടുണ്ട്. റെഡിയാണോ? ഇത് പുറകിൽ നിൽക്കുന്ന സാധനത്തിന്റെ പൂ, വാഴപ്പൂ. ഇതൊക്കെ നമുക്ക് നിസാരം. ഇതൊക്കെ ഇന്നലെ ഞങ്ങൾ കഴിഞ്ഞല്ലോ. ഇതൊക്കെ കൊണ്ട് 10-250 ഐറ്റം ഉണ്ടാക്കിയതാ. ജസ്റ്റ് ഒരു ടച്ച് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അടുത്തത് ഓക്കെ അല്ലേ? കേട്ടോ പറഞ്ഞാമേ. ഒന്നുമില്ല ഉണ്ടാ. നിങ്ങൾ ഇത് പ്ലാസ്റ്റിക് കൊണ്ട് എത്ര കാലുകളുണ്ടെന്നൊക്കെ എണ്ണുക. 8 കാല് അല്ലേ? ഇനിണ്ടാ സാധനം ഉണ്ടാ? കഴിഞ്ഞ എന്തോടെ കഴിഞ്ഞ ഫൈനലല്ലേ? ആരാ കയ്യിലുണ്ടാ? കൊറോണ കൊറോണയല്ലേ? പണ്ട് കിട്ടാതാണ്. പണ്ടൊരു പോലീസ് ഉദ്യോഗസ്ഥർ ആളോട് ചോദിച്ചപ്പോഴേ ഇതെന്താ സാറിന് അറിയാം, ഇത് കൊറോണയല്ലേ സാറ് ചോദിച്ചു. കഴിഞ്ഞ മതി കഴിഞ്ഞു. അയച്ചോട്ടോ കഴിഞ്ഞ. എങ്ങനെയുണ്ടായിരുന്നു ഗെയിം? ശരിയാണല്ലേ? ശരി, കറക്റ്റ്. ഇത് കിട്ടി അറിയണ്ടത് സാധനല്ലേ? ഇതിൽ തൊടുമ്പോ അറിയണ്ട് ശരിക്കും നമുക്ക് റബ്ബറാണ്. പിന്നെ നമ്മൾ ഈ കോമഡി വീഡിയോ ഒക്കെ കാണുന്നുണ്ടേ പെട്ടെന്ന് ഐഡന്റിഫൈ ഞാൻ അങ്ങനത്തെ വീഡിയോ കാണും. പിന്നെ ഇതില്ലേ വാഴപ്പൂ, നമ്മളെന്തായാലും കഴിഞ്ഞ ദിവസം ഈ വാഴപ്പൂ പ്രത്യേകിച്ച് 5-6 തവണ ഞാൻ ഇതിന്റെ ഒരു റെസിപ്പി ഉണ്ടായിരുന്നു അല്ലേ? നമ്മളൊരു പയ്യനടുത്ത് പറയണം വാഴന്റെ പൂ വേണം, വാഴന്റെ പൂ വേണം. പിന്നെ ഇതിങ്ങനെ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിങ്ങനെ ഇവിടെ എപ്പോഴും ഉപയോഗിക്കണല്ലേ നല്ല പൂ. നമ്മളിവിടെ കറി വെക്കും, ഇത് കൊണ്ടുപോകണം ഞങ്ങൾ കറി വെക്കാം. അപ്പൊ ഇത് കിട്ടിയത് എനിക്ക് മനസ്സിലായത് ഇത് വാഴപ്പൂ അല്ലേ എന്നുള്ളത്. അപ്പൊ അങ്ങനെ കൺഗ്രാജുലേഷൻ, ഞാൻ തന്നെ വിജയിച്ചിരിക്കുന്നു.